ഔദ്യോഗികമായി ഇത്തവണ ഓണാഘോഷമില്ലെങ്കിലും വീട്ടിലെങ്കിലും ഓണം ആഘോഷിക്കാനുള്ള തത്രപ്പാടിലാണ് ഏറിയ പങ്കാളികളും. അത്തമെത്തിയതോടുകൂടി ഇനി നാടും നഗരവും ഉത്സവ തിരക്കുകളിലേക്ക്. ആഘോഷത്തിൻ്റെ രാത്രികളും പകലുകളും. ഓണത്തോടനുബന്ധിച്ച് റോഡുകളിൽ വലിയ തിരക്ക്. വാഹനം പാർക്ക് ചെയ്യാൻ ഇടം കിട്ടാത്ത അവസ്ഥ. ഇന്നലെ രാത്രിയാണ് ഈഞ്ചക്കൽ ബൈപ്പാസിന് സമീപം കാറിലെത്തിയ കുടുംബം പാർക്കിങ്ങിന് സ്ഥലം തേടിയത്. പിന്നാലെ ക്രിക്കറ്റ് അരീന സ്റ്റേഡിയത്തിന് സമീപം കാർ അടുപ്പിച്ചു. ഓടയ്ക്ക് മൂടിയില്ലാതെ കിടന്നിരുന്നതിനാൽ കാർ ഓടയിലേക്ക്. കണ്ടുനിന്നവർ സഹായവുമായി എത്തി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമം. പക്ഷേ കാർ പുറത്തു വന്നില്ല. ഒടുക്കം ക്രെയിൻ എത്തിച്ചാണ് കാർ പുറത്തെടുത്തത്. കാറിലുണ്ടായിരുന്ന കുടുംബത്തിലെ 4 അംഗ സംഘം പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഓണത്തിനൊക്കെ സന്തോഷകരമായൊരു പർച്ചേസിങ് അനുഭവത്തിന് വേണ്ടി ഇറങ്ങിയ അവസാനം ഇങ്ങനെ ഒരു ഗുലുമാല് വിട്ടു കഴിഞ്ഞാൽ വലിയ സങ്കടമാണ്. ഗോകുലെ, ഇനി തിരക്കുള്ള സമയമാണ്. നമ്മൾ ഇങ്ങനെ ചെറിയ അപകടങ്ങളൊക്കെ പ്രതീക്ഷിക്കണം അല്ലേ? ഇപ്പോൾ നമുക്കറിയാം, ഓണം എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും പല കടകളുടെയും ഓഫറുകളുണ്ട്. ഞാനടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഈ ഓഫറുകളൊക്കെ തന്നെ കണ്ടുകൊണ്ട് തന്നെ കടകളിലൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലാണ് ഒരു 4 അംഗ കുടുംബം ഇത്തരത്തിൽ പരിപാടികളൊക്കെ കണ്ട് ഒപ്പം സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങുകയും അതിനിടയ്ക്ക് കാർ പാർക്ക് ചെയ്യുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല, എവിടെ പോയാലും കാർ പാർക്ക് ചെയ്യുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടാണ്. അത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഈ കുടുംബവും നേരിട്ടു. അവർ ആ പ്രദേശത്തെ കയറിയ കടകളുടെ അടുത്തൊക്കെ തന്നെ നോക്കി എവിടെയെങ്കിലും കാർ പാർക്ക് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി. പക്ഷെ അത്തരത്തിലൊരു സ്ഥലം കണ്ടെത്തിയില്ല. അവർ കിട്ടിയ ഒരു സ്പേസിലേക്ക് കാർ കയറ്റി പാർക്ക് ചെയ്യുന്നതിന് ഇടയ്ക്കാണ് ഈ ഓടയ്ക്ക് മൂടിയില്ലാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരത് കണ്ടില്ല, ഓടിച്ച ആൾ കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനം കയറ്റി പാർക്ക് ചെയ്യുന്നതിന് ഇടയ്ക്ക് തന്നെ ഈ വണ്ടി ഓടയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് നമ്മുടെ വിഷ്വൽ എഡിറ്ററായിട്ടുള്ള വിമലേട്ടനാണ് ഇത് പകർത്തുകയും അദ്ദേഹത്തിന് അതിനകത്ത് തോന്നിയൊരു കാര്യം എത്രത്തോളം തന്നെ, അതായത് ഒരു നഗരാധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണ് ആ ഒരു കാര്യം. കാരണം ഇത്രത്തോളം തിരക്ക് ഈ നഗരത്തിലുണ്ടായിട്ട് സാധാരണ ആളുകളൊക്കെ തന്നെ ഈ ഓടയോട് ചേർന്ന ഭാഗത്തൊക്കെ തന്നെ വാഹനം പാർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഓട തുറന്നു കിടക്കുന്ന ഒരു സാഹചര്യം, ഇത്തവണ വണ്ടിയാണ് വീണത്, ആ സമയത്ത് അവിടെ ലൈറ്റ് പോലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം വാഹനം മാത്രമല്ല, ആൾക്ക് വേണമെങ്കിൽ വീഴാം. ശരിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ സമയത്തൊക്കെ ഇത്തരം അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ചും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ നേരത്തെ തിരക്ക് വല്ലാതെ ആകുന്നതിന് മുൻപേ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. പിന്നെ 2 വീലർ കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് പരമാവധി അത് കൊണ്ടുപോവുക. കാരണം കാറും എടുത്തിറങ്ങിയാൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, വല്ല ബുദ്ധിമുട്ടാവും.